ഹായ് ഗായ്സ്, വെൽക്കം ടു ആ ചാനൽ. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ചിക്കിയതാണ്. അതായത് മുട്ട റോസ്റ്റോ മുട്ട ചിക്കിയത് എന്നൊക്കെ പറയും. ഇത് അതിലേക്കുള്ള തക്കാളി, സവോള, ദെൻ മുട്ട, ഇത്ര ഐറ്റംസ് ഉണ്ട്. ഇതെങ്ങനെയാണ് ചിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ അമ്മ പറഞ്ഞു തരും. ഇവിടെ നമ്മളൊന്ന് മുട്ട ചിക്കണേണ്. എനിക്ക് 2 വലിയ സവാള, വലിയ സവാള എടുത്തേക്കണ നമുക്ക് 5 മുട്ടക്കുള്ളതാണ് കേട്ടോ. 2 മുട്ടയ്ക്കാണെങ്കിൽ ഒരു സവാള മതി. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 സ്പൂണ് 2.5 സ്പൂൺ വെളിച്ചെണ്ണ നല്ലോണം ഇളക്കിക്കൊടുക്കും. ഈ സവാളയിലേക്ക് 2.5 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പ് പാകത്തിന്, എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം അതൊന്ന് വാടി വരുമ്പോൾ അതിന് വേണ്ട മസാലക്കൂട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിടുക. 5 മുട്ടയും മുട്ടക്കാട്ടോ, ഒരു എരിവുള്ള 2 ചെറിയ സ്പൂൺ 2 സ്പൂണ് മുളക് പൊടിയും, ചൊട്ടിയിലെ മുളക് പൊടി, ഒരു വലിയ വേപ്പില, തക്കാളി ഇടും. തക്കാളി ഇട്ടിട്ട് നല്ലോണം പിടിക്കണം. സവാളയും തക്കാളിയും കൂടെ ഇതുപോലെ ആയതിനു ശേഷം ഇതിങ്ങനെ നീക്കണം. പാകത്തിന് ഉപ്പ് ഇതിലിപ്പോൾ സവാളയിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മുട്ട ഒഴിക്കുമ്പോൾ അതിൽ ഉപ്പിടും. തക്കാളി ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് 5 മുട്ട പൊട്ടിച്ചിടുക. എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കുള്ള മുട്ട ചിക്കിയത് റെഡിയാവും. ഈ പരിപാടി ഉണ്ടോ, എല്ലാം കൂടെ കൂട്ടിയൊന്ന് ഇളക്കി അങ്ങനെ ആകുമ്പോൾ ഇതാണ് മുട്ട ചിക്കുക എന്ന് പറയുന്നത്. ഇവിടെ മുട്ട ചിക്കുക, ചിലർ മുട്ട വറുക്കുക, അങ്ങനത്തെ പലതും പല സ്ഥലത്തും പല നാട്ടിലും പലതും മുട്ട ചിക്കുക എന്ന് പറയും. ഒരു ചോറിന് കഴിക്കാം, ചപ്പാത്തിക്ക് കഴിക്കാം. നമുക്ക് നോക്കിയിട്ട് ജോലിക്ക് പോകുന്നവർക്ക് എളുപ്പമാണ്. എൻ്റെ മോൾക്കൊക്കെ ഇതാണ് എളുപ്പമാക്കി കൊടുക്കും. പാത്രത്തിലാക്കിയ കുട്ടി ചോറ് ഇതുപോലെ ചെയ്ത് നോക്കി എളുപ്പമാണ്. നമുക്ക് ഒന്നും കറിയില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എളുപ്പത്തിന്, സമയമില്ലെങ്കിൽ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്ത് നിങ്ങൾ നോക്ക്. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് പറയാം. ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. ഇതാണ് നമ്മളുടെ മുട്ട ചിക്കൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇത് അപ്പത്തിൻ്റെ കൂടെയോ അതേപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സിമ്പിൾ ഡിഷ് ട്രൈ ആക്കുക. ഓക്കെ, ബൈ.